നമസ്കാരം. മിഡിൽ ഈസ്റ്റിലെ ശക്തി പ്രകടനത്തിന്റെ രാഷ്ട്രീയം കളിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് വിജയാഘോഷത്തിന്റെ ഭാഷയിൽ സംസാരിക്കുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യത്തിൽ അതൊരു തന്ത്രപരമായ പിൻവാങ്ങലിന്റെ കഥയായി മാറുകയാണ്. ഇറാനെ മുട്ടുകുത്തിക്കുമെന്ന് പ്രഖ്യാപിച്ച യുദ്ധത്തിന്റെ പാതയിലേക്ക് അമേരിക്കയെ നയിച്ച ട്രംപ് മാസങ്ങൾക്കിപ്പുറം സമാധാന കരാറിന്റെയും നാശനഷ്ട നിയന്ത്രണത്തിന്റെയും ഭാഷയിലാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. വൈറ്റ് ഹൌസിൽ നിന്ന് വിജയത്തിന്റെ അവകാശവാദങ്ങൾ ഉയരുമ്പോൾ അമേരിക്കൻ ജനതയുടെ പ്രതികരണം മറ്റൊന്നാണ്. യുദ്ധം അമേരിക്കയെ കൂടുതൽ ശക്തമാക്കിയെന്ന് വിശ്വസിക്കുന്നത് വളരെ ചെറിയൊരു വിഭാഗം മാത്രമാണ്. ഭൂരിപക്ഷം അമേരിക്കക്കാരും ഈ യുദ്ധത്തിന്റെ നേട്ടങ്ങളെ കുറിച്ച് സംശയം പ്രകടിപ്പിക്കുന്നു. ഇറാനെതിരായ ആക്രമണങ്ങൾ കൊണ്ട് പ്രഖ്യാപിച്ച ലക്ഷ്യങ്ങൾ എത്രത്തോളം നേടിയെന്ന ചോദ്യവും ശക്തമാണ്. ഇറാനുമായി ട്രംപ് ഭരണകൂടം പ്രാഥമിക ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതിനു പിന്നാലെ പുറത്തുവന്ന CBS ന്യൂസ് യുഗ സർവേയിൽ ഫലങ്ങൾ ഡൊണാൾഡ് ട്രംപിന് വലിയ തിരിച്ചടിയാവുകയാണ്. കൂടുതൽ വിട്ടുവീഴ്ചകൾക്കായി ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനേക്കാൾ ട്രംപ് ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണമെന്നാണ് 78% അമേരിക്കക്കാരും ആഗ്രഹിക്കുന്നത്. എന്നാൽ ട്രംപ് ഭരണകൂടത്തിന്റെ ഈ കരാറിനെ ജനങ്ങൾ അനുകൂലിക്കുന്നത് ഇതൊരു നല്ല നീക്കമായതുകൊണ്ടല്ല, മറിച്ച് ഈ യുദ്ധം ഒരു വൻ പരാജയമാണെന്ന് അവർ കരുതുന്നത് കൊണ്ടാണെന്ന് CNN റിപ്പോർട്ട് ചെയ്യുന്നു. എങ്ങനെയെങ്കിലും ഈ പ്രതിസന്ധി ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയെന്ന ചിന്തയിലാണ് അമേരിക്കൻ ജനത. സർവേയിൽ പങ്കെടുത്ത വെറും 22% ആളുകൾ മാത്രമാണ് ഇറാൻ കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്യുന്നത് വരെ യുദ്ധം തുടരണമെന്ന നിലപാട് സ്വീകരിച്ചത്. ഈ കണക്കുകൾ ട്രംപിനും വൈസ് പ്രസിഡന്റ് JD വാൻസിനും ലഭിച്ച വലിയ ജനപിന്തുണയാണെന്ന് ഭരണകൂടത്തിന്റെ ഉപദേശകർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും യാഥാർത്ഥ്യം മറ്റൊന്നാണ്. അതിലേറെ ശ്രദ്ധേയമായത് അമേരിക്കൻ സെനറ്റിലെ സംഭവ വികാസങ്ങൾ കൂടിയാണ്. പ്രസിഡന്റിന്റെ ഇറാൻ യുദ്ധാധികാരത്തെ നിയന്ത്രിക്കുന്ന പ്രമേയം സെനറ്റ് പാസാക്കിയിരിക്കുകയാണ്. സ്വന്തം പാർട്ടിയിലെ ചില അംഗങ്ങൾ പോലും ട്രംപിനെ പിന്തുണയ്ക്കാതെ മാറി നിന്നു. യുദ്ധനയത്തിനെതിരായ ഈ പ്രതിഷേധം വെറും പ്രതിപക്ഷത്തിന്റെ വിമർശനം മാത്രമല്ല, അമേരിക്കൻ ഭരണ സംവിധാനത്തിനകത്തു നിന്നുള്ള മുന്നറിയിപ്പ് കൂടിയായാണ് വിലയിരുത്തപ്പെടുന്നത്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ ട്രംപ് മുന്നോട്ട് വെച്ച ലക്ഷ്യങ്ങൾ അതീവ വലുതായിരുന്നു. ഇറാന്റെ ആണവ പദ്ധതി, മിസൈൽ ശേഷി, മേഖലയിലെ സ്വാധീനം എല്ലാം തകർക്കുമെന്നായിരുന്നു അവകാശവാദം. എന്നാൽ പിന്നീടുണ്ടായ ധാരണകളിലും ചർച്ചകളിലും ആ ലക്ഷ്യങ്ങളിൽ പലതും യാഥാർത്ഥ്യമായില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. മറിച്ച് സാമ്പത്തിക പ്രത്യാഘാതങ്ങളും എണ്ണ വിപണിയിലെ അനിശ്ചിതത്വവും അമേരിക്കയെ സമവായത്തിന്റെ വഴിയിലേക്ക് തള്ളിവിട്ടുവെന്നാണ് വിലയിരുത്തൽ. ഇതിനിടെ ട്രംപിന്റെ പരമ്പരാഗത പിന്തുണാ കേന്ദ്രമായ മാഗ ക്യാമ്പിലും ഭിന്നതകൾ പ്രകടമാവുകയാണ്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുമ്പോൾ കൂടുതൽ കടുത്ത നടപടി വേണമായിരുന്നു എന്ന് മറ്റൊരു വിഭാഗം പറയും. അതായത് ട്രംപ് പ്രഖ്യാപിച്ച വിജയകഥ സ്വന്തം അനുയായികളെ പോലും പൂർണ്ണമായി ബോധ്യപ്പെടുത്തിയില്ല എന്ന സൂചനകൾ പുറത്തു വരുന്നു എന്ന് സാരം. അപ്പോൾ ഇറാനെതിരായ പോരാട്ടം ട്രംപിന്റെ ശക്തിയുടെ പ്രകടനമായിരുന്നു, അതോ അതിവിപുലമായ ലക്ഷ്യങ്ങളുമായി ആരംഭിച്ച് ഒടുവിൽ നാശനഷ്ട നിയന്ത്രണത്തിലേക്ക് ചുരുങ്ങിയ ഒരു രാഷ്ട്രീയ സൈനിക പരീക്ഷണമായിരുന്നു? വിജയത്തിന്റെ അവകാശവാദങ്ങൾ തുടരുമ്പോഴും അമേരിക്കൻ ജനാഭിപ്രായവും കോൺഗ്രസിന്റെ പ്രതികരണവും ഒരു കാര്യം വ്യക്തമാക്കുന്നു: ട്രംപിന്റെ ഇറാൻ അധ്യായം ഇപ്പോൾ വിജയത്തിന്റെ കഥയേക്കാൾ കൂടുതൽ ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും കഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്.